മെഡിറ്ററേനിയൻ കടലും കിടക്കുന്നു. ഈ കരിങ്കടലിനും മെഡിറ്ററേനിയൻ കടലിനും ഇടയിൽ കൂടെ ഒരു ചെറിയ മുനമ്പുണ്ട്. അതിന് പറയുന്നത് സിൽക്ക് റൂട്ട്. അതായത് അതിലേക്ക് സഞ്ചരിക്കുന്ന ആ റൂട്ടിനെ പറയുന്നതാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ഈ കരിങ്കടലിനും മെഡിറ്ററേനിയൻ കടലിനും ഇടയിൽ കൂടെ ചെറിയൊരു മുനമ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ മുനമ്പിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. എന്താണ്? കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് യൂറോപ്പിനെ അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണക്ടിവിറ്റി ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ വിളിക്കുന്ന പേരാണ് ഇസ്താംബുൾ. അതായത് യൂറോപ്യന്മാർ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ചെറിയ മുനമ്പിലൂടെ കടന്ന് അറേബ്യൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് എത്തി വ്യവസായം ചെയ്തിരുന്നു. എന്നാൽ തുർക്കി എന്ന അയൽ രാജ്യക്കാർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതോടെ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് വാണിജ്യത്തിന് വരാൻ കഴിയാതായി. അതായത് തുർക്കി യൂറോപ്യന്മാരോട് ഒരു ഭീമമായ തുക ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് യൂറോപ്യന്മാർ കടൽ മാർഗം സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. കടൽ മാർഗം ഇന്ത്യയിലേക്ക് ഒരു പാത കണ്ടെത്തുന്നതിന് ആദ്യമായി ശ്രമങ്ങൾ തുടങ്ങുന്നത് യൂറോപ്യൻ രാജ്യമായ പോർച്ചുഗൽ ആണ്. പോർച്ചുഗലിലെ ഒരു തുറമുഖ പട്ടണമാണ് ലിസ്ബൺ. 1488 പോർച്ചുഗൽ രാജാവിന്റെ നിർദ്ദേശപ്രകാരം വാണിജ്യ പാത കണ്ടെത്താനായിട്ട് ഇന്ത്യയിലേക്ക് ലിസ്ബൺ തുറമുഖത്തു നിന്നും ഒരു കപ്പിത്താൻ പുറപ്പെട്ടു. ബാർത്തലോമിയു ഡയസ് എന്നാണ് കപ്പിത്താന്റെ പേര്. അദ്ദേഹം ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പ് ആയ ശുഭപ്രതീക്ഷ മുനമ്പ്, അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിക്കുന്ന മുനമ്പിൽ എത്തിച്ചേർന്നു. പക്ഷെ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കപ്പൽ കാറ്റിന്റെ ദിശയ്ക്ക് മാറി വഴിതിരിഞ്ഞു പോയതിനാൽ അദ്ദേഹത്തിന് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്താൻ കഴിയാതെ തിരിച്ചു മടങ്ങേണ്ടി വന്നു. പക്ഷേ 1497 ലിസ്ബൺ കടപ്പുറത്ത് നിന്നും 3 കപ്പലുകളിലായിട്ട് നമ്മുടെ വാസ്കോഡ ഗാമ പുറപ്പെട്ടു. ആ കപ്പലുകളുടെ പേരാണ് സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബിറിയോ. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോഡ ഗാമ ഉണ്ടായിരുന്നത്. 1497 ലിസ്ബൺ തുറമുഖത്ത് നിന്നും വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്കുള്ള വാണിജ്യപാത കണ്ടെത്തുന്നതിനായി 3 കപ്പലുകളിലായി യാത്ര തിരിച്ചു. വാസ്കോഡ ഗാമ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തി. അവിടെ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ച് ആഫ്രിക്കയിലുള്ള മലിന്തി എന്ന് പറയുന്ന ദ്വീപിലെത്തി. അവിടെ നിന്നും വീണ്ടും കിഴക്കോട്ട് സഞ്ചരിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. അതായത് അദ്ദേഹം വാസ്കോഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ എടുത്ത